ഹേ ഡിയേഴ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്രാൻസിഷൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി DM വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമെന്ന്. സോ ഇന്നത്തെ വീഡിയോ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നാട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ജെൽ ടൈപ്പാണ്. നിയാസിൻമൈഡും റൈസ് വാട്ടറും കൂടെ ഉള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഓയിലി സ്കിന്നിന് നല്ല ബെസ്റ്റായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഞാൻ ലെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അക്വാ കളറിൻ്റെ പ്യുർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ലെൻസാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ബ്രൈഡ്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന ലെൻസാണ്. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ലെൻസ് വെക്കുമ്പം കൈ നല്ല ക്ലീൻ ആയിരിക്കണം, കാരണം കണ്ണാണ്, ഒട്ടും ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. സോ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ലെൻസ് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇത് ഞാൻ PACൻ്റെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി ഡാർക്ക് ചെയ്ത് കൊടുക്കാതെ ജസ്റ്റ് സെൻറ്ററൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് വേണം സ്റ്റാർട്ടിങ്ങിൽ ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കും. ഞാൻ പിന്നെ ഓൾറെഡി മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയേ. നെക്സ്റ്റ് നമുക്കൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അഫ്ലേസിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലും മേളിലും അപ്പർ ലിപ്പിൻ്റെ ഏരിയയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ കൈ കൊണ്ടാട്ടോ അപ്ലൈ ചെയ്യുന്നത്, കാരണം നമുക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പം ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ബ്ലെൻഡ് ആവുന്ന ഒരു ഫീൽ കിട്ടാറുണ്ട്, ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടുന്നൊരു ഫീലുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് കൈ കൊണ്ടാണോ അതോ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യുമ്പോൾ നോർമലി ഞാൻ ബ്ലെൻഡറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ സെൽഫായിട്ട് എപ്പോഴും കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാറ്. നല്ല കൺസീലർ, അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ ഷെയ്ഡ് പറഞ്ഞു തരണമെന്നുണ്ട്, ബട്ട് ഇതിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ കവറിലില്ല, ഈ ബോട്ടിലില്ല. എനിക്ക് തോന്നുന്നു കവറിലാണ് ഉള്ളതെന്ന്. അപ്പം അത് ഇതിൻ്റെ അകത്തില്ല. കുറച്ച് നാളായി ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട്, സോ എൻ്റെ കവർ മിസ്സായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു മീഡിയം ടു ഡാർക്കിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഡെർമ കളറിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് കുറച്ച് ഡ്രൈ ആണ്. നോർമലി യൂസ് ചെയ്യാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഡ്രൈ ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ക്രയോണിൻ്റെ തന്നെ ഒരു മേക്കപ്പ് ബ്ലെൻഡർ ഉണ്ട്. ജസ്റ്റ് 1 ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നന്നായിട്ട് ക്രീമി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും ബ്ലെൻഡ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. അതേപോലെ ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇതും ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോണിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി ഞാൻ ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഈ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിനൊരു അടിപൊളി കോംബോ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ നേരത്ത്, ലിപ് കോംബോ ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കണ്ണിൻ്റെ മേളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നോർമലി ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ മേക്കോറുകൾക്കൊക്കെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് കണ്ണിൻ്റെ മേളിൽ ഐഷാഡോ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുത്താലോ. നമ്മുടെ സ്വന്തം ഡാസലർ വെച്ചിട്ടാട്ടോ എഴുതുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഈ ഐലൈനർ എഴുതാതെ നമ്മൾ പോകുന്ന കാര്യം ആലോചിക്കാനേ പറ്റാറില്ല. അടിപൊളി ഐലൈനറാണ്, പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാനും പറ്റും. ഇനി നമുക്ക് ഫേസ് ഒന്ന് കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫിറ്റ്മീൻ്റെ 330 ടോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും മാക്കിൻ്റെ പൗഡറായിട്ട് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർമൽ യൂസിനൊക്കെ നമുക്ക് നല്ലൊരു കോമ്പാക്റ്റാണ് കേട്ടോ. ഇതൊരു മാറ്റ് കോമ്പാക്റ്റാണ്. നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു അടിപൊളി കോമ്പാക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്താലോ. ഞാൻ നോർമലി അത്ര ബ്ലഷ് അഡിക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണല്ല, ബട്ട് എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാക്കിൻ്റെ ഒരു പൗഡർ ബ്ലഷാണ്, മാറ്റായിട്ടുള്ള ബ്ലഷാണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലഷാണേ. ഇനി നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുത്താലോ. ഇത് നമ്മുടെ മെബിലൈൻ്റെ ഹൈപ്പർ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫും അവൈലബിൾ ആണ്, വാഷബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വാഷബിളാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം ഞാൻ കുറേ ആയിട്ട് വാട്ടർ പ്രൂഫ് യൂസ് ചെയ്ത് എൻ്റെ ലാഷസ് ലൈറ്റായിട്ട് തിക്നെസ് പോയി തുടങ്ങുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ ഞാനിപ്പോൾ വാഷബിൾ ആയിട്ടുള്ള മസ്കാരകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു തിക്നെസ്സും കിട്ടും, ലെങ്തനിങ് ഒക്കെ കിട്ടുന്ന ഒരു മസ്കാരയാണ്. നല്ല അടിപൊളി മസ്കാരയാണ് കേട്ടോ.
ഇനി എൻ്റെ ഫേവറേറ്റ് ലിപ് കോംബോ കണ്ടാലോ. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്. ഷെയ്ഡ് വന്നിട്ട് ബർഗണ്ടി 09. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത ഈ ലിപ്സ്റ്റിക്കില്ലേ, ഇത് നമ്മുടെ മാഴ്സിൻ്റെ 01 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 01 ആണ് അതിൻ്റെ നമ്പർ വന്നിട്ട്. അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഡാർക്ക് സ്കിന്നിനും മീഡിയം സ്കിന്നിനൊക്കെ പോവും. ഇത് മീഡിയം ടു ഡാർക്ക് സ്കിന്നിന് നല്ലൊരു ഡാർക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ലിപ് ലൈൻ ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആവും. അതേപോലെ തന്നെ അത്ര ലാസ്റ്റിംഗ് അല്ല ലിപ്സ്റ്റിക്ക്. കുറച്ചൊരു എന്താ പറയുക, ഒരു പൗഡറി ഫിനിഷാണ്. അത്ര വാട്ടർ പ്രൂഫോ ഓയിൽ പ്രൂഫൊന്നും അല്ല. കുറച്ച് ലിപ്സ്റ്റിക്ക് നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത് വാഷ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഈ ലിപ് കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ മേക്കപ്പ് ട്യൂട്ടോറിയൽസും ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.